പട്ടികവർഗ്ഗക്കാരുടെ ദാരിദ്ര്യം പോഷകാഹാരക്കുറവ് എന്നിവ ഇല്ലാതാക്കുന്നതിന് പദ്ധതിക്ക് 20 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര ആരോഗ്യ സംരക്ഷണ പദ്ധതിക്ക് 32 കോടി രൂപ വകയിരുത്തുന്നു. അപൂർണമായ പട്ടികവർഗ്ഗ ഭവനങ്ങളുടെ പൂർത്തീകരണത്തിനായി 70 കോടി രൂപ വകയിരുത്തുന്നു. അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിക്ക് 42 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികവർഗ്ഗ ഉപപദ്ധതിയിലെ കോർപ്പസ് ഫണ്ടിനായി 46 കോടി വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 6 കോടി അധികമാണ്. സർ, മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ആകെ 278.82 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 12 കോടി രൂപ അധികമാണ്. കേരള സംസ്ഥാന പരിവർത്തിത വികസന കോർപ്പറേഷൻ 10 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. സർ, അർഹരായ മറ്റ് സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സഹായം, പോസ്റ്റ് മെട്രിക് സഹായം എന്നീ 2 വിഭാഗങ്ങളിലെ യഥാക്രമം 5 കോടി രൂപയും 40 കോടി രൂപയും ഉൾപ്പെടെ ആകെ ധനസഹായമായി 45 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷ ക്ഷേമം. പരിശുദ്ധ ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റ് സർക്കാർ ഇടപെടലിന്റെ ഭാഗമായി പുനഃസ്ഥാപിക്കുകയും കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റ് പുതുതായി അനുവദിക്കുകയും ചെയ്തു. കോഴിക്കോട് ഹജ്ജ് ഹൌസിനോട് ചേർന്ന് 8.2 കോടി രൂപ വിനിയോഗിച്ച് 2022 വനിതാ ബ്ലോക്ക് പൂർത്തീകരിക്കുകയുണ്ടായി. കണ്ണൂരിൽ കിൻഫ്ര സ്ഥലം വിട്ടു നൽകുന്ന സ്ഥലത്താണ് പുതിയ ഹജ്ജ് ഹൌസ് നിർമ്മിക്കുക. 1 ഏക്കർ സ്ഥലം വിട്ടു നൽകാൻ ധാരണയായിട്ടുണ്ട്. വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായിട്ട് 105.63 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 8 കോടി രൂപ അധികമാണ്. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിനുള്ള 82 ലക്ഷം രൂപ ഉൾപ്പെടെ വിവിധ സ്കോളർഷിപ്പ് സ്കീമുകൾക്കായിട്ട് 9.61 കോടി രൂപ വെക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള നൈപുണ്യ വികസന തൊഴിലവസര പദ്ധതികൾക്കായിട്ട് 7.02 കോടി രൂപയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പിച്ച് ബാബ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് 5 കോടി രൂപയും മാറ്റിവെക്കുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമം. മുന്നോക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷൻ 38 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 3 കോടി രൂപ അധികമാണ്. സർ, സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമം എന്ന മേഖലയ്ക്കായി 706.71 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 80.98 കോടി രൂപ അധികമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട അസംഘടിത വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷിതത്വ സംരംഭങ്ങൾ 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ്. 60 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപ പെൻഷനായി നൽകാനായി 11,000 കോടി രൂപയിലധികമാണ് സർക്കാർ ചെലവാക്കുന്നത്. ഈ സർക്കാർ ഇതുവരെ പെൻഷന് വേണ്ടി 33,210 കോടി രൂപ ചെലവാക്കി. അപ്പോൾ അത് ഇതിനകത്ത് ആകെ കേന്ദ്രത്തിന്റെ 2% തുക മാത്രമേ കിട്ടുന്നുള്ളൂ. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ 300 അനുസരിച്ച് ഇനി 3 കുടിശ്ശികകൾ കൊടുത്തു തീർക്കാനുണ്ട്. അത് സമയബന്ധമായി ഏകദേശം 3000 കോടി രൂപയിലധികം സമയബന്ധമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പു തരികയാണ്. സർ, ട്രാൻസ്ജെൻഡറുകൾക്കുള്ള മഴവിൽ പദ്ധതി 5.5 കോടി രൂപ വെക്കുന്നു. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവർക്ക് ശിക്ഷ കഴിഞ്ഞ് തിരിഞ്ഞു പോകാനായിട്ടുള്ള ട്രാൻസിറ്റ് ഹോം എന്ന പദ്ധതിക്കായിട്ട് വിദേശികൾക്കും താൽക്കാലിക താമസ സൗകര്യം പ്രദാനം ചെയ്യുന്ന ട്രാൻസിറ്റ് ഹോം എന്ന പദ്ധതിക്കായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷന് 18 കോടി രൂപയായിട്ട് വർത്തുന്നു. എൻഡോസൾഫാൻ മേഖലയിൽ സഹായം നൽകുന്നതിന് 17 കോടി രൂപ. വയോമിത്രം പദ്ധതിക്കായിട്ട് 27.5 കോടി രൂപ. വൈകല്യമുള്ളവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അനുയാത്ര പദ്ധതിക്ക് 21 കോടി രൂപ. വൃക്ക തകരാറുകൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവർ, ഹിമോഫീലിയയും ബന്ധപ്പെട്ട രോഗങ്ങളും സിക്കിൾ സെൽ അനീമിയ എന്നിവ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് 6 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. കിടപ്പിലായ രോഗികളെ വീട്ടിൽ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രതിമാസം 600 രൂപ വെച്ച് നൽകുന്ന ആശ്വാസീകരണ പദ്ധതിക്ക് 50 കോടി രൂപ വകയിരുത്തുന്നു. ജുവനൈൽ ഡയബറ്റിസ് ബാധിച്ച കുട്ടികളുടെ മിഠായി പദ്ധതിക്കായി 3.8 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന പദ്ധതിക്കായിട്ട് 16 കോടി രൂപ വകയിരുത്തുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 22 കോടി രൂപ. നിർഭയ പ്രോഗ്രാമിന് 12 കോടി രൂപ. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള സ്ത്രീ ശാക്തീകരണ പരിപാടിക്കായി 14.5 കോടി രൂപ എന്നിങ്ങനെ വകയിരുത്തുന്നു. സർ, അംഗനവാടികളിൽ മുട്ടയും പാലും നൽകുന്ന പദ്ധതി വിലപ്പെടുത്തുന്നതാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും മുട്ടയോ പാലോ നൽകുന്നതെന്ന് ഉറപ്പാക്കും. പദ്ധതിയുടെ വിഹിതം 80 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സൈക്കോ സോഷ്യൽ പദ്ധതിക്കായി 51 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജെൻഡർ പാർക്ക് പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന പദ്ധതിയുടെ നടത്തിപ്പിനുള്ള സംസ്ഥാന വിഹിതമായി 30 കോടി രൂപ വകയിരുത്തുന്നു. സർ, കുടുംബമോ മറ്റു പിന്തുണയോ ഇല്ലാതെ ശിശുമന്ദിരത്തിലൂടെ സംരക്ഷണം ലഭിച്ച കുട്ടികൾക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർക്ക് സ്വതന്ത്ര ജീവിതം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആഫ്റ്റർ കെയർ ഹോം സംവിധാനം ഏർപ്പെടുത്തുന്നതാണ്. ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് 11 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, പോഷകാഹാര മേഖലയ്ക്ക് ആകെ 532.76 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര സഹായമായി 379.5 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സർ, നാഷണൽ ന്യൂട്രീഷൻ മിഷന് 15 കോടി രൂപ മാറ്റിവെക്കുന്നു. സംയോജിത ശിശു വികസന സേവനങ്ങൾ എന്ന പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 138 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, നവകേരള സദസ്സിൽ ഉൾപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കുള്ള ഫണ്ട്
ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് കേരള സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് ചർച്ച നടത്തി അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായം സ്വീകരിച്ചത്. നവകേരള സദസ്സിന്റെ അടിസ്ഥാന പദ്ധതികൾക്ക് 1000 കോടി രൂപയുടെ പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അടിസ്ഥാന പദ്ധതികൾക്കായിട്ട് 210 കോടി രൂപ വകയിരുത്തുന്നു പ്ലാനിൽ. ഓരോ മണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപ വരെയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനാവും. പ്ലാനിൽ വകയിരുത്തിയുള്ളതിന് പുറമെ 500 കോടി രൂപ കൂടി ഈ വർഷം നവകേരള പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് മാറ്റിവെക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഗവൺമെന്റിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 6 കോടി രൂപ വകയിരുത്തുന്നു. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി റാൻഡിന്റെ 3.12 കോടി വകയിരുത്തുന്നു. CDSന് ഒറ്റത്തവണ സഹായമായി 5 കോടി രൂപ അനുവദിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിൽ കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പിലാക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിസ്ഥാന സൌകര്യത്തിന് റെക്കോർഡ് റൂമുകളുടെ ആധുനികവൽക്കരണത്തിനായി 12.6 കോടി രൂപ വകയിരുത്തുന്നു. ബാധ്യതാ രേഖകളുടെ അപ്ഗ്രേഡേഷൻ തുടങ്ങിയ പദ്ധതികൾക്കായിട്ട് 9.69 കോടി രൂപ വകയിരുത്തുന്നു. വിജിലൻസ് ആൻഡ് വകുപ്പിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി സാങ്കേതിക ശേഷി, മികച്ച അടിസ്ഥാന സൌകര്യം, പരിശീലനം തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. വിജിലൻസ് കോംപ്ലക്സുകൾ, ഓഫീസ് കെട്ടിടം എന്നിവയുടെ നിർമ്മാണത്തിനും അനുബന്ധത്തിനുമായി 6.96 കോടി രൂപ വകയിരുത്തുന്നു. പോലീസ് വകുപ്പിന്റെ ആധുനികവൽക്കരണത്തിനായി 104 കോടി രൂപ വകയിരുത്തുന്നു. ഫോറൻസിക് ലബോറട്ടറി, ക്രൈംബ്രാഞ്ച് ഓഫീസുകൾ, AP ബറ്റാലിയൻ, സൈബർ ഡോം, കേരള പോലീസ് അക്കാദമി തുടങ്ങി പോലീസ് ട്രെയിനിംഗ് കോളേജ് വിപുലീകരണം തുടങ്ങിയായിട്ട് 48.89 കോടി രൂപ വകയിരുത്തുന്നു. ജയിൽ വകുപ്പിനുള്ള വിഹിതത്തിൽ 11.50 കോടി രൂപയുടെ വർധനവ് വരുത്തുന്നു. വിവിധ ജയിലുകളുടെയും കറക്ഷൻ ഹോമുകളുടെയും നിർമ്മാണത്തിനും നവീകരണത്തിനുമായി 20 കോടി രൂപ വകയിരുത്തുന്നു. പാലാ മീനച്ചിൽ സബ് ജയിലിലുള്ള പുതിയ കെട്ടിടവും നിർമ്മാണം ഇതിൽ ഉൾപ്പെടുന്നു. സ്ഥലപരിമിതമായിട്ടുള്ള ജയിലുകളുടെ സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ പണം വകയിരുത്തും. സർ, കേരള ജുഡീഷ്യൽ അക്കാദമിയുടെയും സബോർഡിനേറ്റ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും ആധുനികവൽക്കരണത്തിനായി 17.04 കോടി രൂപ വകയിരുത്തുന്നു. ജുഡീഷ്യറി വകുപ്പിന് കീഴിലെ ഭൌതിക അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് 18 കോടി രൂപ വകയിരുത്തുന്നു. എക്സൈസ് ഉപകരണങ്ങളും ഓഫീസുകളുടെ നിർമ്മാണം എന്നിവയ്ക്കായിട്ട് 9.27 കോടി രൂപ വകയിരുത്തുന്നു. വിമുക്തി പദ്ധതിക്കായിട്ട് 12 കോടി വകയിരുത്തുന്നു. സർ, GST വകുപ്പ് അടിസ്ഥാന സൌകര്യങ്ങൾ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി 8.10 കോടി രൂപയും നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് 4 കോടി രൂപയും GST കോംപ്ലക്സുകൾ സ്ഥാപിക്കുന്നതിന് 3 കോടി രൂപയും വകുപ്പിന് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങുന്നതിന് 8.8 കോടി രൂപയും ഉൾപ്പെടെ ചരക്ക് സേവന നികുതി വകുപ്പിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 23.90 കോടി രൂപ വകയിരുത്തുന്നു. സർ, ട്രഷറി വകുപ്പിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് അടിസ്ഥാന സൌകര്യ വികസനത്തിനായിട്ട് 7.7 കോടി രൂപ വകയിരുത്തുന്നു. വികസന പ്രവർത്തനങ്ങൾക്കായി 7.5 കോടി രൂപയും പുതിയ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിന് 4